നിങ്ങളുടെ റെസ്യൂമെ കമ്പനിക്ക് അയച്ച ശേഷം ഇനി എന്ത് എന്നോർത്ത് നിങ്ങൾ ക്യൂരിയസ് ആവാറുണ്ടോ? എൻ്റെ റെസ്യൂമെ അവിടെ കിട്ടിക്കാണുമോ? കിട്ടിയാൽ തന്നെ അത് അവർ വായിക്കുമോ? റെസ്യൂമെ വായിച്ച് അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുമോ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമല്ലേ? റെസ്യൂമെ വായിച്ച് നിങ്ങളെന്ന വ്യക്തിയെ തള്ളണോ കൊള്ളണോ എന്ന് തീരുമാനിക്കാൻ അവരെടുക്കുന്ന സമയം വെറും 6 സെക്കൻഡാണ്. ഈ 6 സെക്കൻഡിനുള്ളിൽ റെസ്യൂമെ വെച്ച് എംപ്ലോയറെ ഇംപ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അവിടെ തീർന്നു എല്ലാം. നമ്മുടെ റെസ്യൂമെ അവരുടെ ചവറ്റുകുട്ടയിൽ കിടക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യാം? അതിനാദ്യം വേണ്ടത് വെറും 6 സെക്കൻഡുകൾ കൊണ്ട് എംപ്ലോയർ എന്തൊക്കെ കാര്യങ്ങളാവും റെസ്യൂമെയിൽ വായിക്കുക എന്ന് തിരിച്ചറിയുകയാണ്. എങ്ങനെയാണ് ഒരു എംപ്ലോയർ അയാളുടെ കയ്യിലേക്ക് എത്തുന്ന റെസ്യൂമെ വെറും 6 സെക്കൻഡുകൾ കൊണ്ട് ഇഴകീറി പരിശോധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ റെസ്യൂമെയിൽ ആദ്യം എംപ്ലോയറുടെ കണ്ണെത്തുക പേര്, മേൽവിലാസം എന്നിവയിലേക്കായിരിക്കും. രണ്ടാമതായി കണ്ണു പതിക്കുക നമ്മുടെ കരിയർ സമ്മറിയിലേക്കായിരിക്കും. യോഗ്യതകൾ എന്തൊക്കെയാണ്, അത് ഈ ഒരു പൊസിഷൻ ആപ്റ്റ് ആണോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും. അടുത്തതായി നേരെ നോക്കുന്നത് അതുവരെയുള്ള ജോബ് ടൈറ്റിലുകളും ജോലി ചെയ്ത കമ്പനികളുടെ പേരുമായിരിക്കും. ജോലി ചെയ്ത കാലഘട്ടവും കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടോ എന്നുമൊക്കെ ഇതിനോടകം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടാകും. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ജോബ് ആണെങ്കിൽ തീർച്ചയായും വളരെ കൃത്യതയോടെ തന്നെ അതും പരിശോധിക്കും. ഒരു റെസ്യൂമെയിൽ എംപ്ലോയറുടെ കണ്ണെത്തുന്ന ഇടങ്ങളുടെ ഒരു ഹീറ്റ് മാപ്പ് നോക്കിയാൽ ഏകദേശം ഒരു F രൂപത്തിലായിരിക്കും. ആദ്യത്തെ കുറച്ചു ലൈനുകൾ വായിച്ച ശേഷം കണ്ണുകൾ നേരെ താഴേക്ക് പോവുകയും ആദ്യത്തെ അക്ഷരങ്ങൾ മാത്രം വായിച്ചു പോവുകയും ചെയ്യും. ഇതിനിടയിൽ നിങ്ങൾ അപേക്ഷിച്ച ജോലിക്ക് ആവശ്യമായതും നിങ്ങൾക്കുള്ളതുമായ എന്തെങ്കിലും ഒരു സ്കില്ലോ യോഗ്യതയോ എംപ്ലോയറുടെ കണ്ണിൽ പെട്ടില്ല എങ്കിൽ റെസ്യൂമെ റിജക്ട് ചെയ്യപ്പെടാം. റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ പ്രധാന പോയിന്റുകൾ F പാറ്റേണിൽ എഴുതേണ്ടതിന്റെ കാരണം ഇതാണ്. എന്നാൽ മാത്രമേ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എംപ്ലോയറെ ഇംപ്രസ് ചെയ്യിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. നിങ്ങളുടെ റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ എംപ്ലോയറെ ഇംപ്രസ് ചെയ്യാൻ എളുപ്പം സാധിക്കും, അതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. റെസ്യൂമെ ടൈറ്റിൽ. നിങ്ങളുടെ പേരിനും കോണ്ടാക്ട് ഇൻഫോയ്ക്കും ശേഷം അപേക്ഷിക്കുന്ന ജോബ് റോളിന് ആപ്റ്റായ ഒരു ടൈറ്റിൽ നൽകാൻ ശ്രദ്ധിക്കുക. ഒന്നിലധികം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്ന എംപ്ലോയറുടെ ജോലി ഇത് എളുപ്പമാക്കുന്നു എന്നതിനോടൊപ്പം തന്നെ സ്വയം നിങ്ങൾ യോഗ്യതയുള്ള ഒരു പ്രൊഫഷണലായി വിശേഷിപ്പിക്കുന്നു എന്നത് എംപ്ലോയറെ ഇംപ്രസ് ചെയ്യിച്ചേക്കാം. പ്രൊഫൈൽ സമ്മറി. റെസ്യൂമെയിൽ നിങ്ങൾ എഴുതുന്ന സമ്മറി സ്റ്റേറ്റ്മെന്റ് ആണ് എംപ്ലോയറുടെ മുന്നിലേക്ക് ആദ്യം കടന്നു ചെല്ലുന്ന നിങ്ങൾ. അതുകൊണ്ട് തന്നെ സമ്മറിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന റെസ്യൂമെകളുടെ എല്ലാം തന്നെ കാതൽ എന്ന് പറയുന്നത് അവയുടെ സമ്മറി ആയിരിക്കും. ഫസ്റ്റ് സ്ക്രീനിങ്ങിൽ റിക്രൂട്ടർമാർ കൃത്യമായി വായിക്കുന്ന ഏക ഭാഗവും സമ്മറി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ മികവുകളും നേട്ടങ്ങളും എടുത്തെഴുതിക്കൊണ്ട് വേണം സമ്മറി തയ്യാറാക്കാൻ. കണക്കുകളുടെ ഉപയോഗം. റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന കണക്കുകളും പേഴ്സൻറ്റേജുകളും ഏതൊരാളെയും ഒരു നിമിഷം ഒന്ന് നിർത്തി അത് ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കും. മാത്രമല്ല കണക്കുകളിലൂടെ കാര്യം പറയുന്നത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കും. കൂടാതെ അത് നിങ്ങളുടെ പ്രൊഫഷണലിസത്തിനുള്ള തെളിവായും കണക്കാക്കും. സമ്മറി സെക്ഷനിലും ജോബ് എക്സ്പീരിയൻസ് സെക്ഷനിലും ആദ്യ ഭാഗങ്ങളിൽ തന്നെ ഇത്തരത്തിൽ കണക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി നോക്കുന്ന ആളാണെങ്കിൽ മുൻപത്തെ ജോലിയിൽ നിങ്ങൾ ഇത്ര ശതമാനം ഗ്രോത്ത് കൊണ്ടുവന്നു, റവന്യൂ കൊണ്ടുവന്നു എന്നൊക്കെ നൽകാം. ജോബ് ടൈറ്റിലുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുൻപ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പേരുകൾ കൊണ്ട് വ്യത്യസ്തവും എന്നാൽ ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് സമാനവുമാണെങ്കിൽ അവയുടെ പേരുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി വേണം റെസ്യൂമെയിൽ ഉൾപ്പെടുത്താൻ. ഉദാഹരണത്തിന് ക്ലയന്റ് മാനേജർ എന്നത് കസ്റ്റമർ സപ്പോർട്ട് മാനേജർ എന്നാക്കാം. ജോബ് ടൈറ്റിലുകൾ ബോൾഡ് ചെയ്യാനും ഇറ്റാലൈസ് ചെയ്യാനും ലെഫ്റ്റ് അലൈൻ ചെയ്യാനും മറക്കാതിരിക്കുക എന്നതും പ്രധാനമാണ്. പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇടതുവശത്ത് ചേർക്കുക. എന്തുകൊണ്ട് ലെഫ്റ്റ് അലൈൻ ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരം റിക്രൂട്ടർമാർ F പാറ്റേണിലാണ് റെസ്യൂമെ വായിക്കുക എന്നതാണ്. പ്രധാനപ്പെട്ട വിവരങ്ങൾ ബുള്ളറ്റ് പോയിന്റുകളാക്കി ഇടതുവശത്ത് മാർജിനോട് ചേർത്ത് നൽകുന്നത് വിവരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ റിക്രൂട്ടറെ നിർബന്ധിതരാക്കും. കൂടാതെ ഓർഗനൈസ്ഡ് ആയി കൺസോൾട്ടേറ്റഡ് ആയി ഡാറ്റ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ ഒരു മികച്ച പ്രൊഫഷണൽ ആണ് എന്നൊന്നുകൂടി ഉറപ്പിക്കാൻ സഹായകമാകും. റെസ്യൂമെ ടെംപ്ലേറ്റ്. റെസ്യൂമെ തയ്യാറാക്കുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ ടെംപ്ലേറ്റോ ഫോർമാറ്റോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പ്രൊഫഷണൽ റെസ്യൂമെ ഫോർമാറ്റ് എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ്ട് മുതൽ സ്റ്റൈലും സ്ട്രക്ചറും എല്ലാം ഉൾപ്പെടും. കൂടുതൽ ഫാൻസി അല്ലാത്ത എന്നാൽ വായിക്കാൻ രസമുള്ള ഫോണ്ടുകൾ തിരഞ്ഞെടുക്കുക. സിമ്പിൾ എന്നാൽ സ്ട്രക്ചേർഡ് ആയി റെസ്യൂമെ ഫോർമാറ്റ് ചെയ്യുക. ലേഔട്ടിൽ ശ്രദ്ധിക്കുക, ഹെഡിങ്ങുകൾ ക്ലിയർ ആയിരിക്കുക, കീ ഇൻഫർമേഷനുകൾ ഹൈലൈറ്റ് ചെയ്യുക എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അനാവശ്യ കീവേഡുകൾ ഒഴിവാക്കുക. നിങ്ങൾ അപേക്ഷിക്കുന്ന ജോലിക്ക് ആവശ്യമായ രീതിയിലുള്ള കീവേഡുകൾ റെസ്യൂമെയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്ന് കരുതി അവ ഒരുപാടായാലും പ്രശ്നമാണ്. കുത്തി നിറച്ച് എഴുതരുത്, ആവശ്യത്തിന് മാത്രം.
റിപ്പീറ്റേഷൻ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിവരങ്ങൾ കുത്തിനിറച്ച് വായിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ റെസ്യൂമയെ വികൃതമാക്കാതിരിക്കുക. പ്രധാനപ്പെട്ട വിവരങ്ങൾ ആദ്യ പേജിൽ തന്നെ നൽകുക. റെസ്യൂമെ ഒന്നിൽ കൂടുതൽ പേജുകൾ ഉണ്ടാവുന്നത് സാധാരണമാണ്. ശ്രദ്ധിക്കേണ്ടത് ഡാറ്റ അറേഞ്ച് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ആദ്യ പേജിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നതാണ്. റിക്രൂട്ടർമാർ രണ്ടാമത്തെയും മൂന്നാമത്തെയും പേജ് ശ്രദ്ധിക്കണമെന്നതിന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് വിവരങ്ങൾ ചുരുക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്ന തരത്തിൽ ഒന്നാം പേജിൽ തന്നെ ഉൾപ്പെടുത്തി റെസ്യൂമെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് റെസ്യൂമെ കുറച്ച് കളർഫുൾ ആക്കുക എന്നതാണ്. ഒരിക്കലും ഒരുപാട് നിറങ്ങൾ വാരി നിറച്ച് ചെയ്യരുത്. കോൺട്രാസ്റ്റിംഗ് കളറുകൾ ഉപയോഗിക്കുക. ഒന്നോ രണ്ടോ കളറുകൾ മാത്രം ഉപയോഗിക്കുക. റെസ്യൂമെ നന്നായി പ്രൂഫ് റീഡ് ചെയ്യുക. തെറ്റുകളില്ലെന്ന് സ്വയം ഉറപ്പുവരുത്തുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്ത് ഫീഡ്ബാക്ക് എടുക്കുക. റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരു റിക്രൂട്ടറുടെയും 6 സെക്കൻഡ് ടെസ്റ്റിനെ നിങ്ങൾക്ക് നിഷ്പ്രയാസം മറികടക്കാൻ സാധിക്കും. റെസ്യൂമെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ റെസ്യൂമെ തയ്യാറാക്കുന്ന സമയത്ത് അതിന് അതിൻ്റെതായ പ്രാധാന്യം നൽകി അത് തയ്യാറാക്കുക. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. റെസ്യൂമെ മികച്ചതാക്കി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ആൻഡ് ഈവൻ ബെറ്റർ ആക്കുക. ഓൾ ദി ബെസ്റ്റ്.